മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹി ഗർഭിണിയാണോ എന്നുള്ളൊരു ഡൗട്ട് ദുർഗയിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ ഉണ്ണിയും ദുർഗയും ചേർന്ന് മഹാലക്ഷ്മിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സമയം ദുർഗ വേറൊന്നും കൂടി ചെയ്യുകയാണ്. അതായത് കണ്ണനോട് പോയിട്ട് മാർക്കോയോ ലോപ്പസോ ആരെങ്കിലും മൂന്നാറിലേക്ക് നിങ്ങളുടെ ഒപ്പം ട്രിപ്പിന് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത് എന്നൊക്കെ കണ്ണൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്. അവൾ ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കുന്നുണ്ട്, മനം പുരട്ടുന്നുണ്ട്. അതിനൊക്കെ അർത്ഥം എന്താ കണ്ണ, കല്യാണം കഴിഞ്ഞൊരു പെണ്ണാണെന്നൊക്കെ പറയുമ്പോൾ കണ്ണനാണെങ്കിൽ കാര്യം പിടികിട്ടുകയാണ്. പക്ഷേ ദുർഗയുടെ വായടപ്പിച്ചുകൊണ്ട് അവനാണെങ്കിൽ അവിടെ നിന്നും ഇറക്കി വിടുന്നുണ്ട്. എന്തായാലും ദുർഗ വെറുതെ ഇരിക്കാനൊന്നും തീരുമാനിക്കുന്നില്ല. അവർ വേഗം തന്നെ സീമന്തിരിയെ വിളിച്ച് പറയുകയാണ്. എന്നിട്ട് എത്രയും പെട്ടെന്ന് മഹാലക്ഷ്മിയുടെ വയറിനകത്ത് ചലനമുണ്ടോ എന്നുള്ളൊരു കാര്യം അറിയണമെന്ന് ദുർഗ ആവശ്യപ്പെടുന്നു. അങ്ങനെ സീമന്തിരി പറയുകയാണ്, ഇതിനൊക്കെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു അമ്മച്ചിയുണ്ട്, അവരെ ഞാൻ അങ്ങോട്ട് വിട്ടയക്കാം, ഒറ്റ നോട്ടത്തിൽ ആ അമ്മ എല്ലാം കണ്ടുപിടിക്കുമെന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ എത്രയും പെട്ടെന്ന് കമലേശ്വരത്തിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. എന്തായാലും അത് രാവിലെ തന്നെ ആ സ്ത്രീയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ മഹിയാണെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ ആകെ ഷോക്കാവുകയാണ്. നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിവിടെ വരാറുള്ളൊരു അമ്മച്ചി തന്നെയാണ്, എന്നിട്ട് ഇത്രയും കാലമായിട്ട് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു തീർത്ഥാടനത്തിലായിരുന്നു എന്നൊക്കെ ആ സ്ത്രീ പറയുന്നു. എന്തായാലും മഹാലക്ഷ്മിയെ അവർ വയറിലൊക്കെ തൊട്ട് നോക്കുന്നുണ്ട്, കയ്യിൽ ഞരമ്പൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്, കണ്ണൊക്കെ തുറന്ന് നോക്കുകയാണ്. എന്തായാലും അവരൊരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്, ക്ഷീണം നന്നായി തന്നെയുണ്ട്, മോള് ഗർഭിണിയാണല്ലേ എന്ന്. ദുർഗയ്ക്ക് മുന്നിൽ വെച്ചിട്ടാണ് മഹാലക്ഷ്മിയോട് അങ്ങനെ പറയുന്നത്. ഈ സമയം മഹി പറയുന്നുണ്ട്, അല്ല, ഞാൻ ഗർഭിണിയല്ല, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടുണ്ടെങ്കിലും എനിക്ക് അമ്മയാവാൻ സാധിക്കില്ല എന്നൊക്കെ മഹി പറയുന്നുണ്ട്. അതും ഒരു വരച്ചിട്ടാണ് പറയുന്നത്. കാരണം അവൾ അമ്മയല്ല എന്നുള്ള കാര്യം പറയാനായിട്ട് കഴിയില്ലല്ലോ. എന്തായാലും ദുർഗയാണെങ്കിൽ സംശയത്തോട് കൂടിയിട്ട് മഹിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ആ അമ്മച്ചി പറയുകയാണ്, എനിക്ക് കള്ളം പറയാനായിട്ട് കഴിയില്ല, ഉറപ്പായിട്ടും മോള് ഗർഭിണിയാണെന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവളാണെങ്കിൽ അടുക്കളയിലേക്ക് പോകുന്നു. പിന്നീട് ദുർഗ, ഉറപ്പാണോ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ആ അമ്മച്ചിയോട് ചോദിക്കുമ്പോൾ അതേന്ന്, എനിക്കൊരു പെൺകുട്ടിയെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും, അവളുടെ ഞരമ്പൊക്കെ തുടിക്കുന്നുണ്ട്, അവളുടെ വയറിൽ അനക്കമുണ്ട്, അത് ഉറപ്പാണെന്നിങ്ങനെ ആ അമ്മച്ചി പറയുകയാണ്. എന്തായാലും അവിടെ നിന്ന് ദുർഗയാണെങ്കിൽ അവരെ വിട്ടയക്കുന്നുണ്ട്. പിന്നീട് അടുക്കളയിലേക്ക് ദുർഗ പോവുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടി സത്യം പറ, ആരാ നിൻ്റെ ആ കള്ളക്കാമുകൻ, എൻ്റെ കണ്ണനെ പറ്റിച്ചിട്ട് നിൻ്റെ വയറ്റിൽ ചലനം ഉണ്ടാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്കിത് എന്തിൻ്റെ കേടാ, കണ്ണേട്ടനല്ലാതെ ഞാൻ ഒരാളെയും എൻ്റെ ജീവിതത്തിലേക്ക് ഇനി കൊണ്ടുവരില്ല, അത് കണ്ണേട്ടനറിയാം, മറ്റാരെയും ബോധിപ്പിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ നീ ഗർഭിണിയാണ്, ഇടയ്ക്കിടയ്ക്ക് നിനക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഞങ്ങളാരും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്, എന്തൊക്കെ പറഞ്ഞാലും ഞാനും 2 പ്രസവിച്ചതാണ്, എനിക്കറിയാം നിൻ്റെ മൊത്തത്തിലുള്ള മാറ്റം, അതുകൊണ്ടേ മര്യാദയ്ക്ക് നീ സത്യം പറയുന്നതായിരിക്കും നല്ലത്, പറയടി, നീ കടനെ ചതിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആരതിന് ഉത്തരവാദി, മാർക്കോയോ അതോ ലോപ്പസോ സാഗറോ ആരാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അനാവശ്യം വിളിച്ചു പോകരുത്, അവരൊക്കെ എൻ്റെ സഹോദരങ്ങളാണ്, പിന്നെ നിങ്ങളെ ആരെയും എനിക്ക് എൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ കണ്ണേട്ടനെ മാത്രമേ ബോധ്യപ്പെടുത്തേണ്ടതുള്ളൂ എന്നിങ്ങനെ മഹി വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് ദുർഗയാവട്ടെ ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. അവരാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, എടാ മോനെ, ആ അമ്മച്ചി ഉറപ്പിച്ചു പറഞ്ഞു അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന്, അവൾ ഗർഭിണി തന്നെയാണ്, നമ്മളെല്ലാവരെയും അവൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വത്തുക്കളൊക്കെ തന്നെ അവളുടെ സ്വന്തമായതുകൊണ്ട് തന്നെ കണ്ണനെ ഇനി നിഷ്പ്രയാസം അവൾക്ക് തള്ളിക്കളയാം, കണ്ണനെയും അവൾ ചതിക്കുകയാണ്, മണ്ടൻ കണ്ണനാണെങ്കിൽ അത് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അയാൾ പണ്ടേ മണ്ടനാണല്ലോ, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമുക്കൊക്കെ ഈ ഗതി വന്നത് എന്നൊക്കെ പറയുകയാണ്. എന്തായാലും കണ്ണൻ അവളെ അതിര് കവിഞ്ഞ് വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം ഇല്ലാതെയാക്കണം, അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ, അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം അവളുടെ വായിൽ നിന്നും ഉറപ്പായിട്ടും വരില്ല, അപ്പോൾ നമുക്ക് മറ്റു പല മാർഗ്ഗങ്ങളും സ്വീകരിക്കേണ്ടി വരുമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഉണ്ണി ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ, ഗർഭിണിയാണെങ്കിലും അത് ആരുടെ കുഞ്ഞായിരിക്കും, അത് ആരുടേതാവാനാ കൂടുതൽ ചാൻസ് എന്ന് ചോദിച്ചാൽ ഒന്നില്ലെങ്കിൽ മാർക്കോ, അല്ലെങ്കിൽ ലോപ്പസ്, സാഗർ, ഇവന്മാരുടെ ആരുടെയെങ്കിലും ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ആ അനന്തു, ആ മൂന്നാറിലേക്ക് അനന്തു ആണല്ലോ കൂടെ പോയതെന്നൊക്കെ പറയുന്നു. എന്തായാലും ഞാൻ 2-1 അറിഞ്ഞിട്ട് തന്നെ കാര്യം, എനിക്കറിയണം മഹാലക്ഷ്മി ഗർഭിണിയാണോ അല്ലേ എന്ന്, അവളെ ഈ ദുർഗയെ പറ്റിക്കാമെന്ന് കരുതണ്ട എന്നൊക്കെ ദുർഗ അങ്ങനെ പറയുന്നു. പിന്നീട് മഹിയാണെങ്കിൽ മേലെ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു സമയം നോക്കി ദുർഗ അടുക്കളയിൽ നിന്നും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് സ്റ്റെപ്പിൽ തടവി വെക്കണം. ഈ സമയം മഹി കറക്റ്റായി തന്നെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവളാണെങ്കിൽ ആ ഒരു എണ്ണയിൽ ചവിട്ടി വഴുതി താഴേക്ക് വീഴുന്നതാണ് കാണിക്കുന്നത്. ദുർഗയാണെങ്കിൽ ആ കാഴ്ച കണ്ടുകൊണ്ട് ഒളിഞ്ഞു നിന്ന് കണ്ണടച്ച്
അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും മഹിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ബൈ ബൈ.